വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണോ അല്ലേ? ഹാവോ ശരത്തേട്ടൻ എത്ര കാലമായി എന്നറിയ ഒരു വീഡിയോക്ക് ഞാൻ ഇതുപോലെ എന്നാലും ഇതുപോലെ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൊന്നും വരാറില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു കാര്യം ഇന്ന് സാധിക്കാൻ പോവുകയാണ്. ഇന്ന് ഞങ്ങള് പുതിയൊരു കാർ എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ട് ഫസ്റ്റ് കാർ എടുക്കുന്ന സമയത്ത് ഞാൻ ഋതുവൊക്കെ നാട്ടിലായിരുന്നു. പിന്നെ ഇതിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ചേച്ചി വരുന്നുണ്ട്, ചേച്ചിനെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് കാർ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ബാക്കി വീഡിയോസില് കാണാം. ഇതന്നെ ഞാൻ എത്രയോ പറഞ്ഞിട്ടാണ് ചേർത്തേട്ടൻ ഇൻട്രോയ്ക്ക് വന്നത്. അപ്പോൾ ഏതാ കാർ എന്നുള്ളതൊക്കെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ചേച്ചീനെ ഇപ്പോൾ ചേർത്തേട്ടൻ പോയി എടുക്കാൻ പോവാണ്. ഓഫീസിലുണ്ട് ചേച്ചി. അപ്പോൾ എന്നിട്ട് വന്നിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് പോകും. ഏത് ഷോറൂമില്ല? ഷാർജയിലല്ലേ? അങ്ങനെ ഞങ്ങളിത് എല്ലാവരും റെഡിയായി നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ടാക്സി താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ശരത്തേട്ടൻ കുറച്ച് നേരത്തെയായിരുന്നു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 20 to 30 മിനിറ്റ്സിൻ്റെ ഡ്രൈവേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഷോറൂമിലേക്ക്. അപ്പോൾ ആൾ താഴെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു മിക്സഡ് ഇമോഷൻസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. കാരണം ഞങ്ങളിത് കുറേ കാലമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ടോക്കിൽ പലപ്പോഴും ആയിട്ട് വരാറുള്ള ഒരു കാര്യമായിരുന്നു, നമുക്കിവിടെ കാർ എടുക്കണം, പുതിയൊരു കാർ എടുക്കണം എന്നുള്ളത്. എങ്ങനെയാണ് പറയും, പക്ഷേ ഇത്രയും പെട്ടെന്ന് അത് സാധിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതെ ഇന്നത് നടക്കാൻ പോവുകയാണ്. കാരണം ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എന്താ, ഞങ്ങൾ ആദ്യം ഡ്രസ് കോഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നേവി ബ്ലൂ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മുടെ പ്ലാനിങ് പോലെയൊന്നും നടന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ വിചാരിച്ചു നെക്സ്റ്റ് വീക്ക് ഫസ്റ്റ് ആയിട്ടാവും കാർ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പം നമുക്ക് വീക്കെൻഡിൽ പോയിട്ട് ഷോപ്പ് ചെയ്യാലോ, അങ്ങനെ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇനി ഞാൻ നമ്മളെ ഡോക്യുമെൻറ്റ്സ് ചില കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശരത്തേട്ടനെ അവർ ഷോറൂമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി അതൊക്കെ സൈൻ ചെയ്ത് ക്ലിയർ ചെയ്തപ്പോൾ ആൾ പറഞ്ഞു നാളെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കാർ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടോ നമ്മുടെ കളർ കോഡ് കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതേ ഡ്രസ്സ് എടുക്കാൻ കുറച്ച് കൂടുതൽ സമയമാണ്. നമ്മൾ കുറേ എണ്ണം ട്രയൽ ചെയ്തിട്ടാണ് ഫൈനലൈസ് ചെയ്യുക ഒരെണ്ണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമുക്ക് റൂമിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെറ്റ് ചെയ്യാം. ഋതുവിന് എന്തായാലും ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഋതുവിന് ഡ്രസ്സ് എടുത്തു. അവനാണെന്നുണ്ടെങ്കിൽ പിന്നെ ട്രയൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ആ ഒരു കറക്റ്റ് സൈസ് നോക്കി പോയി കഴിഞ്ഞാൽ അത് കിട്ടുമല്ലോ. ചെറിയൊരു ഓവർ സൈസിലായിരുന്നു പക്ഷെ നമ്മൾ എടുത്തു വന്ന ടീഷർട്ട്. എന്നാലും കൂടി അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളത് ഇട്ട് കൊടുത്തു. നമ്മളിതേ നിസാൻ്റെ ഷോറൂമിലെത്തി. ഷാർജയിലുള്ള നിസാൻ്റെ ഷോറൂമിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കർട്ടൻ റൈസർ കഴിഞ്ഞാൽ അറിയും. അപ്പോൾ നമ്മൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കാർ അവിടെ ഫുള്ള് കവറൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളാണ് കേട്ടോ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് നമുക്ക് കർട്ടൻ റൈസർ വേണമെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറേ മുന്നേ മുതലേ സംസാരിക്കുമ്പോൾ നമ്മൾ ടോപ്പിക്കിൽ എപ്പോഴും വരുന്നതാണ് നമുക്ക് ഇവിടെ ഒരു കാർ എടുക്കാന്നുള്ളത്. അപ്പോഴും മുതലേ നമ്മൾ പറയും കർട്ടൻ റൈസർ വേണം, നമ്മൾ ഓരോരോ ആഗ്രഹങ്ങളല്ലേ. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്തു നമുക്കിങ്ങനെ വേണം എന്നുള്ളത്. അവരപ്പം തന്നെ ഓക്കെ പറഞ്ഞു കേട്ടോ. അവരെല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടിയ കൺസൾട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ശരത്തേട്ടനോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. നല്ലൊരു ആളായിരുന്നു കേട്ടോ കൺസൾട്ടൻറ്റ്. ഹുസാം എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ ആളുടെ ത്രൂ ആണ് നമ്മൾ കാർ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ കാർ നോക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5-2 മാസത്തിൻ്റെ അടുത്ത് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഷോറൂമുകളിലേക്ക് നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ ടൊയോട്ട അല്ലെങ്കിൽ നിസാൻ എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേത് മോഡൽ വേണം എന്നുള്ളതായിരുന്നു ഒരു കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ഓരോ വട്ടം പോകുമ്പോഴും ഓരോ കാറിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ പ്രൈസ് നമ്മുടെ ബഡ്ജറ്റിന് ഓക്കെ ആവുമോ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്കൊരു കാർ സെലക്ട് ചെയ്യാൻ. അതാണ് ഇത്രയ്ക്കധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കാർ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾക്ക് കിക്സും, നിസാനെ തന്നെ കിക്സും പിന്നെ ഈ ഒരു കാറായിരുന്നു നമ്മൾ ഫൈനലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ടെസ്റ്റ് ഡ്രൈവിന് ഓടിച്ചത് ഈ ഒരു കാറായിരുന്നു. ഇത് ഓടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശരത്തേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് വേറെ നോക്കണ്ട, ഇത് തന്നെ മതി, ഇത് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാറ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോഴേ നമ്മൾ കാറ് ഹാൻഡ് ഓവറിൻ്റെ ടൈമിനാകുമ്പോഴത്തേനും നമ്മൾ ഒരു കാപ്പിയും കൂടി കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് വരുമ്പോഴത്തേനും നമ്മുടെ കൺസൾട്ടൻറ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ ശരത്തേട്ടനെ ക്ലിയർ ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു. കീ ഹാൻഡ് ഓവറിൻ്റെ ടൈമാണ്. ഋതുവാണ് കീ വാങ്ങിയത് കേട്ടോ. ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അവൻ ചാവി വാങ്ങിയിട്ട് ഇനി നിലത്തിടുമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല, അവൻ നല്ലപോലെ തന്നെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് അവർ കർട്ടൻ റൈസറൊക്കെ ചെയ്തു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നിട്ട് അവർ വീഡിയോ എടുക്കുകയല്ലേ, നമ്മുടെ അവിടുത്തെ ഒരു സെക്യൂരിറ്റിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്, വീഡിയോൻ്റെ ഫോട്ടോൻ്റെ ഒരുമിച്ച് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പോലെ വീഡിയോ എടുത്തില്ലേ എന്നുള്ളൊരു ഡൗട്ട് വന്നു എനിക്ക്. പിന്നെ ആൾ കറക്റ്റായിട്ട് തന്നെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്. നിസാൻ്റെ എക്സ്ട്രയിലാണ്, 2024 മോഡലാണ്. ഇതിന്
ജസ്റ്റ് ഞാൻ അതിൻ്റെ എക്സ്റ്റീരിയർ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇൻറ്റീരിയറും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തു തരാമെന്ന് ശരത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ല. അപ്പോൾ ശരത്തേട്ടൻ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ആ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് നിങ്ങൾ 3 പേരും ആദ്യം കയറി, ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി. ആദ്യത്തെ ദിവസമല്ല, അപ്പോൾ ഞാൻ ഫ്രണ്ടിലിരിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഋതു എന്തായാലും ഫ്രണ്ടിലിരിക്കാൻ സമ്മതിക്കില്ല, പിന്നെ ഫ്രണ്ടിലിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അവനെ കുറച്ച് നേരം അവനൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റിയറിങ്ങിൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നേ കുറച്ച് നേരം അവനെ അവിടെ ഇരുത്തി. അവനതൊക്കെ ഒന്ന് തിരിച്ചപ്പോൾ തന്നെ ആൾ ഹാപ്പിയായി, അവന് സന്തോഷമായി. വേറെ ഒന്നും വേണ്ട, അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കാറിൽ കയറി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കൽ. അപ്പോൾ അവന് അതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നേരം നമ്മൾ ചേച്ചിയുടെ അടുത്ത് കൊടുത്തവനെ. എന്നിട്ട് ഞങ്ങളിതേ പോവുകയാണ്. ഞാൻ അധികം നേരം ഒന്നും ഫ്രണ്ടിൽ ഇരുന്നില്ല കേട്ടോ. നമ്മൾ ഷോറൂമിൻ്റെ ഗേറ്റ് എത്തുമ്പോൾ തന്നെ ഋതു കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഋതുവിൻ്റെ അടുത്തിരുന്നു. അവൻ്റെ അടുത്തിരുന്നപ്പോൾ തന്നെ അവൻ്റെ കരച്ചിലൊക്കെ ഫുള്ള് മാറിയിട്ടോ. ഇതാണ് നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ വേറെ ചെയ്യാം. ഇൻറ്റീരിയറിൻ്റെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ എങ്ങനെയുണ്ട്, പിന്നെ മൈലേജ് എങ്ങനെ കിട്ടുന്നുണ്ട്, എല്ലാതും കൂടിയുള്ളൊരു വീഡിയോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ശരത്തേട്ടനാണ്. അപ്പോൾ ശരത്തേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്താ വേറെ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.